ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ചതുരത്തിലാണല്ലോ പൂക്കളിടുന്നത്. അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്ങനെയാണ് പൂക്കളിടുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ കുറേ നേരം ഇരുന്ന് ആലോചിച്ച് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ. അപ്പോൾ അങ്ങനെ പൂക്കളിട്ടു. പൂക്കളിടാനായിട്ട് പൂ പറിക്കണതിൻ്റെ ഇടയ്ക്ക് തുമ്പക്കുടം നിൽക്കണം. അപ്പോൾ ഇപ്പോഴേ തുമ്പക്കുടം പൊട്ടിച്ച് പറിച്ച് കൊണ്ടുവന്ന് കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. കാരണം ആ സമയത്ത് എല്ലാവരും പൂക്കളിടുന്നവരല്ലേ, ഓണം ആഘോഷിക്കുന്നവരാണ് ഈ ഭാഗത്ത്. അപ്പോൾ എല്ലാവരും തലേ ദിവസം തന്നെ ഇറങ്ങും ഈ തുമ്പക്കുടം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. തുമ്പക്കുടം കിട്ടാൻ കുറച്ച് പാടല്ലേ. അപ്പോൾ എല്ലാവരും തലേ ദിവസം തന്നെ ഇറങ്ങി ഒക്കെ പൊട്ടിച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് ഒന്നും കിട്ടില്ല ആ സമയത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴേ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് അത്ര തുമ്പക്കുടം കിട്ടിയില്ല എന്നുള്ള ടെൻഷനും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അമ്മ തുമ്പക്കുടം കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. അങ്ങനെ തുമ്പക്കുടം കുഴിച്ചിടലും പറിക്കലും ഒക്കെ പൂക്കളം ഇടലും ഒക്കെ കഴിഞ്ഞപ്പോൾ കറി ഉണ്ടാക്കണം. ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. തട്ടിക്കുട്ട് ദോശയാണ്. തലേ ദിവസം അരച്ച് വെച്ച് നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലത്തെ ദോശയൊന്നുമല്ല. തലേ ദിവസം തന്നെ വെള്ളത്തിൽ പച്ചരി ഒരു നാഴി അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പൂക്കളൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും അത് കുതിർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിയും കുറച്ച് നാളികേരം ചിരകിയതും കുറച്ച് ചോറും ഇട്ടിട്ട് അരച്ച് നല്ല വെള്ളം പോലെയല്ല, സാധാരണ നമ്മൾ ദോശയ്ക്ക് അരക്കില്ലേ അതുപോലെ അരച്ച് കൊണ്ടുവന്ന് അപ്പം തന്നെ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അത്ര പിടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാധാരണ ദോശ മൊരിയിച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊരിയിച്ചെടുത്തപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് കിട്ടിയത്. അപ്പോൾ ഇതിന് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഇതിന് ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ചെറുപയർ കറിയും ഇതും കൂടി ആയപ്പോൾ നല്ല രസമായിരുന്നു കഴിക്കാനായിട്ട്. ചെറുപയർ കറി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. തലേ ദിവസമൊന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് അപ്പം തന്നെ എടുത്ത് വേവിക്കാനായിട്ട് ഇടാണ് ചെയ്തത്. അങ്ങനെ വേവിക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഉള്ളി മൂപ്പിച്ച്, അത് മൂത്ത് കഴിഞ്ഞപ്പോൾ മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് ചെറുപയർ ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തത്, വേവിച്ച് വെച്ചത്. തലേ ദിവസം വെള്ളത്തിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പം തന്നെ വേവിക്കാനായിട്ട് ഇട്ടാലും മതി. നന്നായിട്ട് വെന്ത് കിട്ടും. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു തലേ ദിവസം വെള്ളത്തിലിട്ടില്ലെങ്കിലും. അപ്പോൾ അതേ നമ്മൾ വേറെയും അത് മാത്രമല്ല കേട്ടോ, നേരത്തെ അമ്മ കുഴിച്ചിട്ടത് മാത്രമല്ല, വേറെയും ഇതേ തുമ്പക്കുടം ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആവാറായപ്പോൾ പിന്നെയും പൂ പറിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ പൂ പറിക്കാൻ വേണ്ടി പോയതാണ്, നമ്മൾ തുമ്പക്കുടത്തിന് വേണ്ടിയിട്ട് പോയതൊന്നുമല്ല. അപ്പോൾ പൂ പറിക്കാൻ പോയപ്പോൾ ജസ്റ്റ് പൂ അന്വേഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് തുമ്പക്കുടം നിൽക്കണ, അത്ര വലിയതൊന്നല്ല, ചെറുതാണ്. അപ്പോൾ അതും അമ്മ പറിക്കുകയാണ്. അമ്മ തുമ്പക്കുടം പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ പൂവും പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ കൂട്ടി തുമ്പക്കുടമൊക്കെ പറിച്ചു കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ.